ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. A church that follows Christ cannot be closed, exclusive, or judgmental. It must be a welcoming church. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. എന്റെ ഉണ്ണീശോയെ, നിന്റെ സ്നേഹ അഗ്നിയിൽ എന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും ഒരു നല്ല സന്ദേശം. മനസമാധാനം കിട്ടുന്ന അവരവരിടങ്ങളിൽ പരമാവധി നിശബ്ദരാവുകയും അല്ലാത്ത ഇടങ്ങളിൽ നിർത്താതെ സംസാരിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യരെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? തൻ്റേതായ ഇടങ്ങളിൽ പരമാവധി സമയം ഏകാന്തമായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവരൊക്കെ. അധികം സംസാരിക്കാനോ മറ്റുള്ളവരുടെ സംസാരം അധികം കേൾക്കാനോ വലിയ താല്പര്യമില്ലാതെ ഒതുങ്ങിക്കൂടുന്നവർ. ഇഷ്ടപ്പെട്ട ചില പാട്ടുകളോ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമോ കൂട്ടിനുണ്ടെങ്കിൽ അത് ആസ്വദിച്ച് തനിച്ചിരിക്കാനും, അതൊന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് വെറുതെ ഇങ്ങനെ ചിന്തകളിൽ മുഴുകിയിരിക്കാനും ഇഷ്ടപ്പെടുന്നവർ. പക്ഷേ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ആളുകളോട് അധികം ഇടപെടേണ്ടതായ സാഹചര്യം വന്നാൽ നിർത്താതെ സംസാരിക്കും അവർ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ തുടങ്ങി കൂടെയുള്ള മനുഷ്യർക്ക് സംസാരിക്കാൻ ഇടം നൽകാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ തട്ടിയല്ലെന്ന് മനസ്സിലാവും. ശരീരം കൊണ്ട് അവിടെയുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവർ മറ്റെവിടെയോ ആയിരിക്കും. ആ സംസാരമൊക്കെയും വെറും യാന്ത്രികമായിരിക്കും. ഒഴിഞ്ഞു മാറാൻ തീരെ കഴിയാത്തതുകൊണ്ട് മാത്രം ആ ആൾക്കൂട്ടത്തിലേക്ക് വന്നു ചേർന്നതാവും അവർ. അതിനിടയിലും സ്വയം ഒരുക്കിയെടുത്ത അദൃശ്യമായ സ്വന്തം ലോകത്ത് അവർ ഏകാകിയായിരിക്കും. കുശലം ചോദിച്ച് സംഭാഷണത്തിന് തുടക്കമിട്ടവർ തൻ്റെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറും മുമ്പ് അതിനെ തടയാനുള്ള അവരുടെ പരിചയമാണ് ആ സംസാരം. അത്രമാത്രം ഉള്ളുവെന്താ അവർക്ക് അകത്തെ വേവ് പുറത്തറിയരുതെന്ന് നിർബന്ധമുണ്ടാവും. കൂടെയുള്ളവർക്ക് കൂടുതൽ ചോദിക്കാൻ ഇടം കൊടുത്താൽ കളവ് പറയാൻ അറിയാത്തത് കൊണ്ട് മനസ്സ് തുറന്നു പോകുമെന്ന് അവർ സ്വയം ഭയപ്പെടുന്നുണ്ടാവും. ഒരു നിമിഷം സംസാരമൊന്ന് നിർത്തിയാൽ ആരെങ്കിലും ഒരാളിൽ നിന്ന് അടുത്ത ചോദ്യം ഉയരുമെന്നും അതിൽ നിന്ന് തുടങ്ങി അവർ മറച്ചു പിടിച്ചിരിക്കുന്ന വേദനകളിലേക്ക് തുരന്നെത്തുമെന്നും അനുഭവങ്ങളുടെ കാലം അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവും.
സ്വന്തം വേദനകളെയും സങ്കടങ്ങളെയും രഹസ്യങ്ങളെയും നുണകൾ കൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ നിഷ്കളങ്കരായ മനുഷ്യർക്ക് അതിനും പ്രാവീണ്യമുണ്ടാകില്ല. ദുർബലമായ സ്വന്തം മനസ്സിനെ ചോദ്യങ്ങളുടെ മുന കൊണ്ട് ചോർന്നു പോകാതെ സംരക്ഷിച്ചു നിർത്താനുള്ള പെടാപ്പാടിൻ്റെ ഭാഗമാവും വാതോരാതെയുള്ള സംസാരങ്ങളൊക്കെയും. സ്നേഹത്തിൻ്റെ പേരിൽ രഹസ്യങ്ങൾ ചികയുന്ന മനുഷ്യർക്കറിയില്ലല്ലോ മനസ്സിനെ മറച്ചു പിടിക്കാൻ ചിലർ അനുഭവിക്കുന്ന വേദനകൾ. നമുക്കറിയാത്ത എത്രയെത്ര മുറിവുകളെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചാണ് ചില മനുഷ്യരൊക്കെ ജീവിതത്തോട് പൊരുത്തപ്പെടുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളിലേക്ക് തുരന്നു ചെല്ലാതിരിക്കുന്നതാണ് അവരോട് കാണിക്കാവുന്ന ഏറ്റവും നല്ല കരുതൽ. അങ്ങനെ തുരന്നു വരുന്നവരെ തുരുത്തി ഓടിക്കാനും പഠിക്കണം. കടപ്പാട്. ജയേഷ് മൈനാക്കപ്പള്ളി. മോനെ ബാലുശ്ശേരിക്കുള്ള ബസ് പോയോ? ഇല്ല, അതിന് വേണ ഞാൻ നിക്കുന്നത്. മോന് വണ്ടിയൊന്നുമില്ലേ? എനിക്ക് വണ്ടിയൊന്നുമില്ല ചേച്ചി. അപ്പോ ജോലിയൊന്നും ആയില്ലേ? ഞാനിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കാലത്ത് ആൺകുട്ടികളൊക്കെ ബസ്സിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ മോനെ? മോനൊരു സ്കൂട്ടി എങ്കിലും വാങ്ങിക്കൂടെ? അതൊക്കെ എന്റെ മോനെ. ജോലിയായി, കാറുമായി, ഇപ്പം വലിയൊരു വീടിന്റെ പണിയാ. പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് പഠിച്ചിനെങ്കിലും മോനും കിട്ടിയാൽ അതിന് മോനെ വേഗം ജോലിയൊക്കെ. ചേച്ചി എന്റെ കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എനിക്കെന്തോ ഒരു വിഷമം മോനെ എന്നെ കണ്ടിട്ട്. ഇത്രയും വയസ്സായിട്ട് ജോലിയും ഇല്ല, കൂലിയും ഇല്ല, ഒരു വണ്ടിയും ഇല്ല സ്വന്തമായിട്ട്. അനക്ക് വിഷമമൊന്നുമില്ല? അതൊക്കെ പോട്ടെ, ചേച്ചി എന്താ ചെയ്യുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ? അതൊക്കെ എന്റെ അമ്മ 20ാമത്തെ വയസ്സിൽ ബാങ്കിൽ കയറിയതാ. ഇപ്പൊ മാനേജര ബാങ്കിലെ. അല്ല ചേച്ചി എന്തിനാ ബസ്സിന് കാത്തിരിക്കുന്നേ? ചേച്ചിക്ക് കാറിനൊക്കെ പോയാ പോരായിരുന്നോ? കാറോ? എനിക്ക് കാറൊന്നുമില്ല മോനെ. ഞാന് കാറിലൊക്കെ പോക്കണ്ടോ? ഓൻ പോകുന്നേരം ഓന്റെ ഒപ്പം ഞാൻ കാറിലൊക്കെയാ പോവുക. അതൊക്കെ എന്റെ അമ്മ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പൊക്കോളും. ഇപ്പൊ ഷോപ്പിങ്ങിന് പോയിരിക്കും. അത് കാരണം ഞാനിപ്പോ ബസ്സിന് പോകുന്നേ. ചേച്ചി എന്താ ചെറുതിൽ ഉഴപ്പി കിടന്നത്? ഇപ്പൊ എന്റെ അമ്മയെ പോലെ ജോലിക്ക് കയറിക്കൂടായിരുന്നോ? മോനെ ഞാനൊന്ന് വീട്ടിലവിടെ പോയിട്ട് വരാം. എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. എന്റെ അടുത്ത കളി. സ്ഥലം വിടുന്നതാ നല്ലത്. നല്ലൊരു ചിന്ത. രാത്രി മുഴുവൻ സന്തോഷത്തോടെ പറന്നു നടന്ന് ക്ഷീണിച്ച് മിന്നാമിന്നി ഒരു പുഴുത്തലത്തിൽ വന്നിരിക്കുന്നത് ഒരു പാമ്പ് എവിടെ പിടിച്ചു. ഒരു പാമ്പ് എവിടെ പിടിച്ചു. പാവം മിന്നാമിന്നി ആകെ പേടിച്ച് വിരണ്ടുപോയി. തനിക്കിനി രക്ഷപ്പെടാനാവില്ലെന്ന് പൂർണ്ണ ബോധ്യമായി. അവസാനമായി ദൈന്യതയോടെ മിന്നാമിന്നി പാമ്പിനോട് ചോദിച്ചു, പാമ്പു സാറേ, വലിയ വലിയ ഇരകളെ വിഴുങ്ങി വിശപ്പടക്കുന്ന താങ്കൾക്ക് എന്നെ കിട്ടിയത് എന്തിനാണ്? താങ്കൾക്ക് വിശപ്പ് മാറില്ല. താങ്കളുടെ ഇരകളുടെ ലിസ്റ്റിൽ ഞാൻ പെടുകയുമില്ല. പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ? നാവിൽ പറ്റിപ്പിടിച്ച് മിന്നാമിനിയെ അകത്താക്കുന്നതിനിടയിലേക്ക് പാമ്പ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഞാൻ രാത്രി മുഴുവൻ നിന്നെ നോക്കുകയായിരുന്നു. നീ ഇങ്ങനെ സന്തോഷത്തോടെ മിന്നി പറക്കുന്നത് കാണുമ്പോൾ എനിക്കങ്ങോട്ട് തീരെ പറ്റുന്നില്ല. കഥ കഴിഞ്ഞു. സുഹൃത്തുക്കളെ, സമൂഹം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും, നമ്മൾ ആരെയും ഉപദ്രവിച്ചില്ലെങ്കിലും നമ്മളുടെ സന്തോഷം ശ്രദ്ധിച്ച് അത് തല്ലിക്കെടുത്താൻ വേണ്ടി മാത്രം ചിലർ ഇവിടെയുണ്ട്. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരങ്ങൾ നീതി മൊഴിയുമ്പോൾ എന്റെ ആത്മാവ് ആഹ്ലാദിക്കും. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല.
മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. മകനെ, നിന്റെ ഹൃദയം പലപ്പോഴുമേ നല്ലത് ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം, നല്ലതുപോലെ ആകണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഹൃദയം നന്നാകാതെ നമ്മൾ എന്തെല്ലാം ചെയ്താലും നമ്മൾ ഒരിക്കലും നന്നാകുകയില്ല. ഒരു വൃക്ഷം ഫലവത്തായി തീരുന്നത് അതിൻ്റെ വേരുകൾ ബലവത്തായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾക്ക് നന്നാകണം, നല്ലത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയം നന്നായാൽ മതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പലപ്പോഴുമേ നല്ല 5 അംഗങ്ങളുള്ള ഒരു കുടുംബം കടപ്പുറത്ത് സായാഹ്നം ചെലവഴിക്കാൻ വന്നതായിരുന്നു. അവർ മണ്ണുകൊണ്ട് കൊട്ടാരം കെട്ടുകയും മണ്ണുവാരി കുട്ടികൾ പരസ്പരം എറിഞ്ഞു കളിക്കുകയൊക്കെ ചെയ്തു. പെട്ടെന്ന് അങ്ങകലെ ഒരു വൃദ്ധ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ മുടി പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അവരുടെ വസ്ത്രം പഴകിയതായിരുന്നു. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവര് ഈ മണലിൽ നിന്ന് എന്തൊക്കെയോ പെറുക്കി തന്റെ ഭാണ്ഡത്തിൽ ഇട്ടുകൊണ്ടിരുന്നു. ഈ സ്ത്രീയെ കണ്ടതും അച്ഛനും അമ്മയും കുട്ടികളെ വിളിച്ചു പറഞ്ഞു, അവരെ സൂക്ഷിക്കണം, അവരുടെ അടുത്ത് പോകേണ്ട, അവരോട് സംസാരിക്കുകയും വേണ്ട. ഈ സ്ത്രീ കുട്ടികളുടെ അടുത്ത് ചെന്നപ്പോ കുട്ടികളോട് അഭിവാദ്യം ചെയ്തു. പക്ഷെ കുട്ടികൾ അവരെ പ്രതിഭിവാദ്യം ചെയ്തില്ല. അത് ഒന്നും മിണ്ടാതെ ആ സ്ത്രീ അതും ഇതും പറഞ്ഞുകൊണ്ട് അതും ഇതും പിറക്കി തന്റെ ഭാണ്ഡത്തിലിട്ട് കടന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞാണ് ആ അച്ഛനും അമ്മയും ഒരു വിവരം പറഞ്ഞത്. ആ മനോരോഗിയായ സ്ത്രീ ചെയ്ത പ്രവൃത്തി അവിടെ കളിക്കാൻ വരുന്നവരുടെ, സായങ്കാലം ചെലവഴിക്കാൻ വരുന്നവരുടെ കാലിൽ മുറിവുണ്ടാകാതിരിക്കാൻ ആ മണൽ തീരത്ത് കൂടെ കിടക്കുന്ന കുപ്പിച്ചില്ലുകളും മുള്ളുകളും പിറക്കിക്കളയുന്ന ഒരു സ്ത്രീ ആയിരുന്നു അതെന്ന്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ പ്രവൃത്തി എന്താണെന്നറിയാതെ, അവരെന്താണ് ചെയ്യുന്നതെന്നറിയാതെ എത്രയോ മുൻവിധികളോടെയാണ് നാം മറ്റുള്ളവരെ കാണുന്നത്. മറ്റുള്ളവരുടെ നന്മകൾ, മറ്റുള്ളവരുടെ സ്നേഹമൊക്കെ നമ്മിൽ എത്തുന്നതിൽ നിന്നും നമ്മളിൽ നിന്ന് അവരിലേക്ക് എത്തുന്നതിലും തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുൻവിധി. ഒരു കാരണവശാലും ഒരു മനുഷ്യനെയും മുൻവിധിയുടെ മറയില്ലാതെ കാണാൻ നമുക്ക് കഴിയണം. അയാൾ ലൈബ്രറിയിലെ കെട്ടഴിഞ്ഞ പഴയ പുസ്തകം തുന്നിക്കൂട്ടുകയായിരുന്നു. അത് കണ്ട് അവൾ ചോദിച്ചു, എന്തിനാണ് ഈ പഴയ പുസ്തകങ്ങൾ നന്നാക്കുന്നത്? പുതിയത് വാങ്ങിച്ചുകൂടെ? മറുപടിയായി അയാൾ ഇങ്ങനെ പറഞ്ഞു, കീറിപ്പോയി എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ എളുപ്പമാണ്, ഒട്ടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പുതിയതിന് കടലാസിന്റെ മണമേ ഉണ്ടാകൂ, പഴയതിന് മനുഷ്യരുടെ മണമുണ്ട്. ചിലതിന് കാഴ്ച ഭംഗി ഉണ്ടാവണമെന്നില്ല, പക്ഷേ അവയ്ക്ക് ജീവിതത്തിന്റെ രുചിയും മണവും ഉണ്ടാകും. സ്തുതിയായിരിക്കട്ടെ. അയാൾ ലൈബ്രറിയിലെ കെട്ടഴിഞ്ഞ കടിച്ചമർത്തിയ സങ്കടങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുമ്പോൾ കണ്ണുനീര് കൂട്ടുനിൽക്കും, കരഞ്ഞുപോകും. അതൊന്നും മനക്കെട്ടിയുടെ കുറവുകളല്ല, ഉള്ളിൽ ഉറവ പറ്റാത്ത സ്നേഹത്തിന്റെ തെളിവുകളാണ്. ചില വാക്കുകൾ മുറിവേൽപ്പിക്കുന്നത് ഹൃദയത്തിലാണെങ്കിലും പ്രതികരിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്. നിറഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് പറയാനുണ്ടാകും ആത്മാർത്ഥമായി ആരെയോ സ്നേഹിച്ച് തോറ്റുപോയ കഥകൾ. നമ്മുടെയൊക്കെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയും. അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. വേദനയിൽ നിന്നും കണ്ണുനീർ ചോരുമ്പോൾ അകലെ ഉണ്ടാകുന്നത് കരുത്തിന്റെ പിറവിയാണ്. അത് ദുർബലതയുടെ ലക്ഷണമൊന്നുമല്ല, അതിജീവനത്തിന്റെ ശബ്ദമാണ്. തൊടാനാകാത്ത വേദനയ്ക്ക് ഭാഷയാകുന്നത് കണ്ണുനീരാണ്. ആഴമുള്ള വേദനകൾ കണ്ണുനീരിലൂടെ ഒഴുകും. കണ്ണുനീർ ദുഃഖത്തെ കഴുകിക്കളയുന്നു. കടിച്ചമർത്തിയ സങ്കടങ്ങൾ പിടിച്ചു ചെറുപ്പം മുതൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, വലുതായിട്ടും പാട്ടൊന്നും പഠിച്ചിട്ടില്ല, എങ്കിലും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അയൽക്കത്ത് ഓരോ വീടുകളിൽ പോയിട്ട് പറയും, ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞ് ഓരോ പാട്ട് പാടി അവർക്ക് കേൾപ്പിക്കും. അവർക്കിപ്പോൾ ചിലപ്പോൾ എൻ്റെ പാട്ട് കേൾക്കാനും ഞാൻ ചോദിക്കുന്നതൊന്നും ഇഷ്ടമായി എന്ന് വരില്ല. എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഓരോരുത്തരോട് ഓരോ വീടുകളിൽ, അടുത്തുള്ള വീടുകളിൽ ഞാനൊരു പാട്ട് പാടട്ടെ എന്നും പറഞ്ഞ് പാടും.
ഞാനിപ്പോൾ അതൊക്കെ ഓർക്കുകയാണ്. അത് എനിക്ക് പാടുമ്പോൾ എൻ്റെ മനസ്സിലെ സന്തോഷമാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. പക്ഷേ അത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടൊന്നല്ല അന്ന് കാലത്ത്. എങ്കിലും ആർക്കും അതിപ്പോൾ ഇഷ്ടപ്പെടണമെന്ന് മുഴുവനും താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇന്നും ഞാൻ ഈ ഓരോ സന്ദേശങ്ങളും പുസ്തകം എഴുതലും ഇതൊക്കെ ബുക്ക് എഴുതലും അത് വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും ഒരു പാട്ടെങ്കിലും ഒരു ദിവസത്തിൽ ഈ മൊബൈലിലുള്ള ഇപ്പോൾ 10-12 കൊല്ലമായി. 2015 തുടങ്ങിയതാണ്. എങ്ങനെയെങ്കിലും ഒരു പാട്ട് പാടിയാലേ എനിക്ക് ഒരു സന്തോഷമുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ കഴിയുമ്പോൾ ഒരു പാട്ട് പാടണേ. പാട്ടറിഞ്ഞിട്ടോ അതൊന്നല്ല, പാട്ട് പഠിച്ചിട്ടുമില്ല, ഒരു പാട്ട് പഠിക്കാനും പോയിട്ടുമില്ല, പാട്ടിൻ്റെ ABCDയും അറിയില്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന വിധത്തിൽ പാടുമ്പോൾ എന്തോ മനസ്സിനൊരു സന്തോഷം, അത്രമാത്രം. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ 14-ാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ മാറനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ മാറനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ തനതിന്തത്താനതിന്തത്തിന്നോ താനിത്താനതിന്തത്താനിന്നോ തനതിന്തത്താനതിന്തത്തിന്തിന്നോ തനതിന്തത്താനതിന്തത്തിന്തിന്നോ 14-ാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മൈക്കണ്ണിൻ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ തനതിന്തത്താനതിന്തത്തിന്തിന്നോ താനിന്നിത്താനതിന്തത്താനിന്നോ തനതിന്തത്താനതിന്തത്തിന്തിന്നോ തനതിന്തത്താനതിന്തത്തിന്തിന്നോ 14-ാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ 14-ാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.